ഹാ വന്നോ? ഉം. മോനും മോളും എന്തേ? അപ്പുറത്തെ വീട്ടിൽ ടി വി കാണാൻ പോയി. ഹാവു കൊള്ളാലോ. ഉമ്മ. എനിക്കെങ്ങും വേണ്ടത്. തന്റെ മറ്റവൾക്ക് കൊണ്ടുകൊടുക്ക്. മറ്റവൾക്ക് നല്ലതെല്ലാം വാങ്ങിക്കൊടുത്തില്ലേ ചെറുമൻ. ഉം. ആ മനുഷ്യ, നിങ്ങൾ എന്നെ തല്ലിയില്ലേ? ദുഷ്ട, അവിടെ നിക്ക്. അയ്യോ, എന്റെ കാല് മനുഷ്യ. അയ്യോ, അയ്യോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ പ്രമീള, മുരളിയുടെ ഭാര്യയാ. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവ് നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ലേ? നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും സാധിച്ചു തന്നിരുന്നില്ല എന്ന് സാരം, ആ, അല്ലേ? അതെ. ഭർത്തൃസുഖം അറിഞ്ഞിരുന്നില്ല എന്ന് കാര്യം. മുരളി നിങ്ങളുടെ എല്ലാ കാര്യവും സാധിച്ചു തരുന്നുണ്ടല്ലോ. ഉണ്ട്. അയാൾ നിങ്ങളുടെ കുട്ടികളെ നോക്കുന്നുണ്ടോ? അതെ. അവരുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു, ഇഷ്ടങ്ങൾ സാധിക്കുന്നു. കുട്ടികൾക്ക് അയാളെ ഇഷ്ടമാണോ? കുട്ടികളുടെ അച്ഛൻ എങ്ങനെയായിരുന്നു? ₹5 ഒരു സാധനം വേണ്ട, ഒരു മിഠായി പോലും എനിക്കോ പിള്ളേർക്കോ ഇല്ല. ഇന്ന് വരെ വാങ്ങി തന്നിട്ടില്ല. സാറ് ചോദിച്ചല്ലോ ഭർത്തൃസുഖം അറിഞ്ഞിട്ടുണ്ടോന്ന്. അതെ. 2 പെറ്റു. ശരിയാ, അത്ര തന്നെ. അയാള് വരും, വല്ലതും കൊടുത്താ തിന്നും. കയ്യിലുള്ള 2 or 4 തരും. പിറ്റേത് അതിൽ കൂടുതൽ വാങ്ങിപ്പോകും. ഞാൻ സ്നേഹിച്ചതിന് കണക്കില്ല. സാരമില്ല, എല്ലാം ശരിയാവും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഭർത്താവ് നല്ലവനാണല്ലോ. വിശ്വസിക്കുക, കൂടുതൽ വിശ്വസിക്കുക, കൂടുതൽ ഇഷ്ടപ്പെടുക. ആ, നിങ്ങൾ ഒരുമിച്ച് കുളിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം? ഒരിക്കൽ. അയാൾ കുളിപ്പിച്ചിട്ടുണ്ടോ? ആദ്യത്തെയാണോ? അതാണ് സ്നേഹം, ഇഷ്ടം കാട്ടുന്നത്. വേറൊരു സ്വർഗം എന്താണ് ഭാര്യയ്ക്ക്? ചിന്തിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മിസ്റ്റർ മുരളിയെ നന്നായി മാക്സിമം സ്നേഹിക്കുക. വഴക്കും ബഹളവും ഒരു ഉപകാരവും ചെയ്യില്ല. നിങ്ങൾ പോകൂ, ഞാൻ മുരളിയുമായി ഒന്ന് സംസാരിക്കട്ടെ. ആ നല്ല മനുഷ്യനെ നിങ്ങൾ തൊഴേണ്ടതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 5 പൈസ സ്ത്രീധനമില്ല, നിങ്ങൾക്ക് ഒരു ജോലി പോലുമില്ല, കിടപ്പാടം പോലുമില്ല. ഇനി അതെല്ലാം പോട്ടെ, നിങ്ങളുടെ 2 കുട്ടികളെ അയാൾ വളർത്തുന്നില്ലേ? കരയണ്ട.
ആ ഓക്കെ ശരി ഓക്കെ. നമസ്കാരം ഡോക്ടർ. ആ നമസ്കാരം നമസ്കാരം, ഇരിക്കൂ. ആദ്യ ഭർത്താവ് വിട്ടുപോയ പോലെ നിങ്ങളും പോകുമോ എന്നാണ് ഭയം. കൂടാതെ നിങ്ങളിപ്പോഴും ആ പഴയ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു തെറ്റിദ്ധാരണ. പിന്നെ സംശയം വേറെയും. വിശദമായി ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാനസിക നില ഭദ്രമാക്കാൻ 1-2 ഗുളിക കൊടുക്കാം. ശരി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. വെൽക്കം. ഇരിക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം 2 പേർക്കും മനസ്സിലായില്ലേ? ആ മനസ്സിലായി ഡോക്ടർ. അപ്പോൾ അത് മനസ്സിലിരിക്കട്ടെ, അതുപോലെ പ്രവർത്തിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ശരി. എല്ലാം നന്നായിട്ട് വരും. ശരി. ഓക്കെ. ഓക്കെ ശരി. ചേട്ടാ ദാ കാപ്പി. താങ്ക് യു. ഹാപ്പിയാണോ? അത്ര ഹാപ്പിയല്ല, എന്നാ ഹാപ്പിയാ. ഹോ. ഇന്നലെയോ? യെസ്. ഒരു യെസ്സേ ഉള്ളൂല്ലോ. അല്ല, ഡബിൾ യെസ്. ഹോ. ഹോ, വയ്യാതായി. എന്തോരം പണികളായിരുന്നു. എന്താ അത്ര താമസം? പണി തീരണ്ടേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആണ്. ഡബിൾ ഓക്കെ. ഡബിൾ ഓക്കെ. യെസ്, ഡബിൾ ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ചോദിച്ചോളൂ. കുറച്ച് കാശിന് അത്യാവശ്യമുണ്ട്. എന്തിനാണിപ്പോ കാശ്? കുറച്ച് ആവശ്യമുണ്ട്. എന്ത് ചെയ്യാനാ? കാശിന് ആവശ്യമുണ്ട്. അതിനിപ്പോ ഞാനിപ്പോ എന്താ വേണ്ടത്? ആ മാലയൊന്ന് പണയം വെക്കാൻ തരുമോ? ഇതിപ്പോ എത്രാമത്തെ തവണയാ? ഞാൻ എടുത്തു തരാറില്ലേ? എടുത്തു തരാറുണ്ട്. എന്നാലും എന്താ ഇങ്ങനെ? ഒന്ന് തരുമോ? ദാ കൊണ്ടുപോയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യ്. ഇതിനാണോ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്?
ചൂടുവെള്ളം. എന്തിനേതിന് ഈ ദേഷ്യവും തുള്ളലും? നിങ്ങളുടെ ഈ സ്വഭാവം ആദ്യം മാറ്റേണ്ടത്. വീടൊന്നുമില്ല, കടയൊന്നുമില്ല. വല്ലവരും കാണുന്നുള്ള ചിന്തയുണ്ടോ? ആ കടയിൽ വെച്ച് ഇങ്ങനെ തുള്ളേണ്ട കാര്യമുണ്ടായിരുന്നു? ഞാനങ്ങ് ഉരുക്കിപ്പോയി. ഈ സ്വഭാവമാണ് ആർക്കും ഇഷ്ടമില്ലാത്തത്. ഇപ്പോഴാരാ ചലിച്ചുകൊണ്ടിരിക്കണേ? ഇങ്ങനൊക്കെ ആയത് എന്തുകൊണ്ടാ? നിന്റെ സ്വഭാവം എങ്ങനെയായിട്ട്? ഞാനെന്ത് ചെയ്തുന്നാ? എന്നും പർച്ചേസ് ചെയ്യാൻ എനിക്ക് പണമില്ല. ഓ, എല്ലേലിപ്പം എന്ത് പർച്ചേസ്? ഉം. അന്ന് റേറ്റ് കൂടുതലെടുത്ത സാരി അതാകുമ്പോ ഇപ്പൊ ഈട് നിൽക്കുന്നില്ലേ? 800 രൂപയ്ക്ക് ഒരു സാരി വാങ്ങുന്നതിലും നല്ലതല്ലേ ആ തുകയ്ക്ക് 3 സാരി വാങ്ങുന്നത്? 3 കളറും 3 ഡിസൈനും കിട്ടില്ലേ? ഒരു വർഷം നിൽക്കുകയും ചെയ്യും അല്ലേ? ഓ, ഞാൻ തോറ്റു. ഞാനൊന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്. നീ ഒന്നും പറയണ്ട. അല്ല, ചേട്ടനെന്ന് ഓർത്തെ? 2 വർഷമായില്ലേ? ഒരു വിവരം അന്വേഷിക്കുന്നില്ല. ശരിയല്ലേ? പിള്ളേരും എടുക്കറായി, അവരവരെ വഴിക്ക് പോയി. ഇപ്പൊ കൂടെ കൂടെ വരുന്ന എന്നെ ഒന്ന് തൊടാൻ പോലും നിൽക്കുന്നില്ലല്ലോ. എന്നെ അങ്ങനെ ഡൈവോഴ്സ് ചെയ്തോളൂ. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിന് ഭേദാ. കേസ് ഫയൽ ചെയ്തേക്ക്.